ഇന്നലെ നമ്മുടെ ലാലേട്ടൻ അൻസിബയെയും മുടിയനെയും ചോദ്യം ചെയ്തപ്പോൾ അതിൽ ഒരുപാട് മനം നൊന്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അതായത് PR വർക്ക് മാത്രം ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സ്. ഇവർ എനിക്ക് തോന്നുന്നു ജാസ്മിനെതിരായിട്ട് മാത്രമേ ഇവർക്ക് സംസാരിക്കുന്നുള്ളൂ. മോസ്റ്റ് ഓവർ ജാസ്മിൻ എന്നൊരു തംബ്നെയിൽ ഇവരുടെ ആ ഒരു ഇത് കൊടുത്തേക്കും. ജാസ്മിൻ ആ വഴിക്ക് പോയില്ലെങ്കിലും കാര്യം ഇവർക്ക് വ്യൂസ് കിട്ടുന്നത് ജാസ്മിനിലൂടെയാണ്. എന്നാൽ പോലും ജാസ്മിൻ കൊള്ളില്ല, ജാസ്മിൻ പുറത്തു പോകണം. ഇവരുടെ കണ്ടൻറ്റിൻ്റെ തംബ്നെയിൽ മൊത്തം ജാസ്മിനാണ്. ജാസ്മിനെ കുറിച്ച് അവർക്ക് പറയാനും ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ പറയുന്നത് ജാസ്മിൻ നെഗറ്റീവാണ്, ജാസ്മിനാണ് ആ വീട്ടിൽ നിൽക്കാൻ കൊള്ളാത്തത്, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. ഈ പറഞ്ഞ അൻസിബയും മുടിയനും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുകയും, അതായത് വീട്ടിൽ കയറി വന്ന ഗസ്റ്റുകൾ നമ്മുടെ സാബുമോൻ ശ്വേതയൊക്കെ എണ്ണി പറയുകയൊക്കെ ചെയ്തപ്പോൾ അവരും നെഗറ്റീവായി. അതിനു മുൻപ് നമ്മുടെ സാബുമോനും ശ്വേതയൊക്കെ ആ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു. ഇവരൊക്കെ നിന്ന സമയത്തുള്ള ഗെയിമിനെ കുറിച്ച് ഓർമ്മ വരുന്നു. ഇവർ വന്നപ്പോൾ ആ വീട്ടിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷേ അതേ ആളുകൾ തന്നെ വീക്കെൻഡിൽ വന്ന് പറയുകയാണ് ഈ ക്യാപ്റ്റൻസിയും ശരിയായില്ല, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ടാസ്ക് നശിപ്പിച്ചു, ഹോട്ടൽ ഉടമയായിട്ട് നിന്ന പവർ ടീമുകാരുടെ പ്രവർത്തനം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർ നെഗറ്റീവായി. സാബുമോനും ശ്വേത മേനോനും നെഗറ്റീവായി. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നവർ നമുക്ക് വേറെ വല്ല പേരല്ലേ വിളിക്കുന്നത്? അപ്പം കാണുന്നതിന് അപ്പം വേണമെങ്കിൽ വിളിക്കാം, ആ രീതിയിൽ വിളിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്നത് ആ സമയത്ത് പറയും. ഇവർക്ക് ഫേവറബിളായിട്ട് സംസാരിക്കുവാണെങ്കിൽ ഇവർ പൊക്കി പിടിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ താഴത്തോടെ ഒറ്റ ഇടക്കം കിട്ടും. അതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ സാബുമോനും ശ്വേത മേനോനും ഇപ്പോൾ അവർ കണ്ടുകൂടാ, ആ രീതിയിലാണ് പറയുന്നത്. അവർ എന്തുകൊണ്ട് വീട്ടിനകത്ത് വെച്ച് ഇവർ സൂപ്പറാന്ന് പറഞ്ഞു, പിന്നെ പുറത്തിറങ്ങിയവരുടെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. മാത്രമല്ല മുടിയനെയും അൻസിബയെയും നെഗറ്റീവാക്കാൻ ശ്രമിക്കുന്നു. ആര് ശ്രമിക്കുന്നു? അവർ സ്വയം ശ്രമിക്കുന്ന കാര്യമാണ്. അവർ തന്നെയാണ് ആ പവർ ടീം ഇരുന്നുകൊണ്ട് എല്ലാവരെയും കൺട്രോളിലാക്കിക്കൊണ്ട് ആർക്കെതിരെ അവർ ഗെയിം കളിച്ചത്? നമ്മുടെ ജാസ്മിനെതിരെ, പിന്നെ സിജോയ്ക്കും. അതായത് ജാസ്മിനെതിരെ ആര് ഗെയിം കളിച്ചാലും ഈ പറയുന്ന PR വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർക്കൊക്കെ നല്ലതാണ്. ജാസ്മിനെതിരെ ആര് ഗെയിം കളിക്കുന്നു അവർ അടിപൊളി. ജാസ്മിനെ അനുകൂലിച്ച് ഗെയിം കളിക്കുന്നവരെല്ലാം കൊള്ളത്ത ആൾക്കാർ. ഇതാണ് ഈ PR വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അതായത് ജാസ്മിൻ എല്ലാം ചെയ്യുന്നതെല്ലാം തെറ്റ്, ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം അടിപൊളി. ജാസ്മിനെതിരെ ഗെയിം കളിക്കുന്ന ആരാണെങ്കിലും അവർ ചെയ്യുന്ന അടിപൊളി കാര്യം. അതുപോലെ തന്നെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ അഭിഷേകിനെ കാണിക്കുന്നില്ലത്. അഭിഷേക് വല്ല തേങ്ങയും അവിടെ ചെയ്താൽ മാത്രമേ അഭിഷേകിനെ കാണിക്കാൻ പറ്റൂ. അല്ല അവിടെ മാറി ഇപ്പോൾ ഈ പവർ ടീമിൽ തന്നെ ഒളിച്ചിരിക്കുമായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിലോട്ട് വരാതെ ഈ പറഞ്ഞ ഈ അൻസിബയ്ക്കായിരുന്നു എല്ലാ തീരുമാനം എടുക്കുന്നത്. ഒറ്റ തീരുമാനം പോലും നമ്മുടെ ഈ അഭിഷേകിനില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ അഭിഷേകിനെ കാണിക്കുന്നത്? എന്തിനാണ് കാണിക്കേണ്ടത്? എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റൂ. അതുപോലെ ജിൻഡോ, കഴിഞ്ഞ വീക്ക് ജിൻഡോയ്ക്ക് വേണ്ടത്ര ഒരു പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. ആകെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ആ വീടൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി, അതേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. അപ്പം ഒന്നേ ആ ഒരു ഡയമണ്ട് അടിച്ചു മാറ്റണമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ചോദ്യം വരുമായിരുന്നു വീക്കെൻഡിൽ, അതും ചെയ്തില്ല. അപ്പം ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. വല്ല ഉണ്ടെങ്കിലല്ലേ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ അതിനെ ഇവർ പറയുന്നത് പറഞ്ഞാൽ മനഃപൂർവ്വം ജിൻഡോട് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ്. കാര്യം ജിൻഡോയുടെ ഗ്രാഫ് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജിൻഡോയുടെ വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത്. ജിൻഡോയെ സ്നേഹിക്കുന്നവർ ജിൻഡോയ്ക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ. ഇനി എന്തെന്ന് പറഞ്ഞാലും ജിൻഡോയ്ക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ. അത് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് ചില ആളുകൾ വിശ്വസിക്കാതിരിക്കും, അയ്യോ വോട്ട് സ്പ്ലിറ്റ് ആവുന്നു. എങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ആവും? ജിൻഡോയ്ക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ആരും വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ പോകുന്നില്ല. അതേസമയം പ്രത്യേകിച്ചൊരു ഫാൻ ഇല്ലാത്തൊരാൾക്കാർ, ഇപ്പം അൻസിബയോട് സ്നേഹം കാണും, മുടിയോട് സ്നേഹം കാണും, അല്ലെങ്കിൽ സിജോട് സ്നേഹം കാണും, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ജിൻഡോടും കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ മാറി മാറി വോട്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് അവർ വോട്ട് കൊടുക്കണമെന്നുള്ളത്. അവർ മാത്രമേ വോട്ട് മാറി ചിന്തിക്കത്തുള്ളൂ. അതേസമയം ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നവർ എപ്പോഴും ജിൻഡോയ്ക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്തായാലും ജാസ്മിനെ ഈ വീക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ജാസ്മിന് പ്രത്യേകിച്ച് വഴക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വളരെയധികം വിഷമത്തിലാണ് ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ. മാത്രമല്ല ഇവർക്കെതിരെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ബാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അവർക്കെതിരെ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്താൽ അത് ബാൻ ചെയ്യും. കാര്യം ചോദിക്കാൻ പാടില്ല. ഈ കാണുന്ന ഇവർ ചെയ്യുന്ന വീഡിയോസിനെ എപ്പോഴും ജയ് ഹേ എന്ന് മാത്രമേ പറയാവൂ. ഇവർ ഇപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇവർ ചോദ്യം ചെയ്യുന്നു. തിരിച്ച് ഇവരിടുന്ന വീഡിയോസിന് ആരും ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ അവർ ബാൻ ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പം അവർ പറയുന്നു ഞാൻ ബാൻ ചെയ്യുമെന്ന്. അപ്പം അത് ചെയ്യുന്ന ഇങ്ങനെയാണ്. കാര്യം ഇവർ ചെയ്യുന്ന നെറുകേട് ആരും അറിയാൻ പാടില്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് ഷോ നടക്കുന്നത് ബിഗ് ബോസിന് പുറത്താണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് ഇനിയിപ്പോൾ പുറത്തും അകത്തും ഒക്കെ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.